ദൈവമക്കളെ വിളിക്കുന്ന പേരാണ് വിശ്വാസികൾ. നമുക്ക് എല്ലാ മേഖലകളിലും ഒരുപോലെ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം അനിവാര്യമാണ്. കർത്താവിന്റെ വചനം എബ്രായർക്ക് എഴുതിയ ലേഖനം 11:6 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അസാധാരണമായ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നതാകരുത് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ അവിടെ തകരാനല്ല സ്വർഗത്തിന് ദൈവം ആഗ്രഹിക്കുന്നത്. വിശ്വാസത്തോടെ അതിനെ തരണം ചെയ്യണം. ആ പ്രതികൂലത്തെ മറികടക്കാൻ സ്വർഗത്തിന് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആ വിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും? ദൈവവചന കേൾവിയിൽ. കർത്താവിന്റെ വചനം റോമർക്ക് എഴുതിയ ലേഖനം 10:17 ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചന ധ്യാനം നമ്മുടെ സ്വഭാവമായിരിക്കണം. വചനം വായിക്കുകയല്ല ചെയ്യേണ്ടത്, വചനം ധ്യാനിക്കണം. വചനം അതെ ഉറച്ച് ധ്യാനിച്ചാട്ടെ, അത് കേട്ടാട്ടെ, അത് നമ്മുടെ ജീവിതത്തിന്മേൽ അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാട്ടെ. പ്രാർത്ഥന അനിവാര്യമാണ് വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ. എപ്പിലെപ്സി ബാധിച്ച് കുഞ്ഞിനെ കൊണ്ട് ആ പിതാവ് കർത്താവിന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വന്നപ്പോൾ അവർക്ക് ആ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ഭൂതത്തെ പുറത്താക്കുവാൻ സാധിച്ചില്ല. യേശുപ്പൻ ആ ഭൂതത്തെ പുറത്താക്കി. അതെ, അവരെ സ്കോൾഡ് ചെയ്യുകയും ചെയ്തു കർത്താവിന്റെ ശിഷ്യന്മാരെ. എന്നിട്ട് കർത്താവ് പ്രൈവറ്റായിട്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ ചെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കർത്താവ് വിശ്വാസത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്നുണ്ട്: എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ചില ജാതി നീങ്ങിപ്പോകുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമോ? പ്രാർത്ഥനയും വചനധ്യാനവും അനിവാര്യമാകുന്നു. അതെ, നിങ്ങൾ ഇന്ന് പകലിൽ നിങ്ങളുടെ മുമ്പിൽ അഭിമുഖീകരിക്കുന്ന എത്ര വലിയ വിഷയമായിക്കോട്ടെ, വിശ്വസിച്ചാട്ടെ. ചെങ്കടലിനെ പിളർത്തി വഴിയെ തുറക്കുന്നതെയും ആ സാഹചര്യത്തിന്മേൽ നിങ്ങൾക്ക് വഴിയെ തുറക്കുവാൻ പോകുന്നു. നിങ്ങൾക്ക് അസംഭവ്യമായിരിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, സ്വർഗത്തിലെ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചാട്ടെ. നിങ്ങളുടെ തലയിൽ ഒരു മുടിനാരി താപ്പോട്ട് പൊഴിയണമെങ്കിൽ സ്വർഗം കൽപ്പിച്ചിട്ടേ സാധിക്കത്തോളൂ. നിങ്ങളുടെ വശത്ത് 10,000 പേരും നിങ്ങളുടെ വലതുവശത്ത് 10,000 പേരും വീണേക്കാം. പക്ഷെ അത് നിങ്ങളോട് അടുത്തു വരുത്തില്ല. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം ഇവയെല്ലാറ്റിൽ നിന്നും വിടുവിക്കുന്ന ദൈവമാ. ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ നോക്കിയാട്ടെ. വിശ്വാസത്തോടെ അവർ നിന്നു. എന്ത് സംഭവിച്ചു? 4-മനായി അവരുടെ മധ്യേ സ്വർഗം ഇറങ്ങി അവരെ വിടുവിച്ചു. അതെ, ഇന്ന് പകലിൽ തീയുടെ അനുഭവമായിരുന്നാലും സ്വർഗത്തിൽ അപ്പൻ നിങ്ങളെ വിടുവിച്ചിരിക്കും. വിശ്വാസത്തോടെ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. പ്രതികൂലങ്ങളുടെ മധ്യേ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് ആരുടെയൊക്കെയോ ജീവിതത്തിന്മേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടെ, അതെ, വിശ്വാസത്തിന്റെ വചനങ്ങൾ ആ പ്രതികൂലങ്ങളെ നോക്കി നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ. ആ സാഹചര്യങ്ങൾ നിങ്ങളെ മുക്കിക്കളയത്തില്ല. ആ തീ നിങ്ങളെ ദഹിപ്പിച്ചു കളയത്തില്ല. കർത്താവ് നിങ്ങളുടെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. കർത്താവ് അതേ ആ സാഹചര്യത്തിന്മേൽ നിങ്ങളോടൊപ്പം ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ. തീയുടെ നടുവിൽ 4-മനായി ഇറങ്ങി വിടുവിക്കുന്ന ദൈവം നിങ്ങളെ ആ തീയുടെ സാഹചര്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ വിശ്വാസത്തിന്റെ വചനങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. കർത്താവെ, നൽകി തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവെ, ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ജനത്തിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. അസാധാരണമായ വിശ്വാസത്തിന് ഉടമകളായി തീരട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അഭിമുഖീകരിക്കുന്ന സകല വിഷയത്തിൽ നിന്നും സ്വർഗം ഇന്ന് പകലിൽ അവരെ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യുന്നുണ്ട്. നന്ദി. സകലമാനവുമൊപ്പം കർത്താവ് നിങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനത്താലെ ഇവരെന്തെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.